തദ്ദേശ വാർഡ് വിഭജനത്തിൽ സർക്കാരിന് തിരിച്ചടി. സർക്കാരിന്റെ വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കിയ ശ്രീകാന്ത് കൊച്ചിയിൽ ചെയ്യുന്നു. ശ്രീകാന്ത്, വിശദാംശങ്ങൾ. ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് നിലവിലിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വരുന്നത്. അതായത് ഈ നഗരസഭ മുനിസിപ്പാലിറ്റികളിലെ വിഭജനവുമായി ബന്ധപ്പെട്ട്, വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ വാർഡ് വിഭജന ഉത്തരവും ഡീലിമിറ്റേഷൻ കമ്മീഷൻ വിജ്ഞാപനവും ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. കൊടുവള്ളി, ഫെറോക്ക്, മുക്കം, പാനൂർ, പയ്യോളി, പട്ടാമ്പി, ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റികളിലെ വാർഡ് വിഭജനം നിയമവിരുദ്ധമാണ് എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 2015 വാർഡ് വിഭജനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പുനർവിഭജനത്തിനും വിലക്കിപ്പോൾ വന്നിരിക്കുന്നു. അതായത് നേരത്തെ മുസ്ലിം ലീഗ് നൽകിയ അതിനെ പ്രവർത്തകർ നൽകിയ പരാതിയിന്മേലാണ് ഈ തീരുമാനം വന്നിട്ടുള്ളത്. ഏറ്റവും സുപ്രധാനമായ ഉത്തരവാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. ഇനി ഭരിക്കുന്ന പാർട്ടിയുടെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് തദ്ദേശ വാർഡുകളൊക്കെ വിഭജിക്കുമ്പോൾ നിരവധി വിവാദങ്ങൾ ഉയർന്നു. ഈ ഘട്ടത്തിൽ ഇപ്പോൾ ഇതാ ഹൈക്കോടതി സുപ്രധാന ഉത്തരവ് വരുന്നു. ശ്രീകാന്ത്, നിലവിൽ ഇപ്പോൾ ഏതൊക്കെ വാർഡുകളുടെ വിഭജനമാണ് റദ്ദാക്കിയിരിക്കുന്നത്? ഇനി മറ്റു വിഭജനങ്ങളിലേക്കും പരിശോധനകൾ വരാൻ സാധ്യതയുണ്ടോ? ശ്രീകാന്ത് ആയിരുന്നു കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.